Hello my dears. So today in this lesson we'll be dealing with previous year question paper. That is the exam conducted on March 2021. Third semester BA BSc degree examination March 2021 based on English for career common for BA BSc and career related students of 2019 admission regular batch onwards. March 2021 നടന്ന ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന ടെക്സ്റ്റ് ബുക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആദ്യം തന്നെ പറയാം. മാക്സിമം മാർക്സ് 80 ടൈം 3 hours ആണ്. 4 കാറ്റഗറീസിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ആൻസർ ഓൾ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം എഴുതുക. ഓരോ മാർക്കിന്റെ ചോദ്യമാണ്, അതുകൊണ്ട് അധികം സമയം കളയരുത്. 10x1 10 മാർക്സ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും 8 എണ്ണം മാത്രം എഴുതുക. 2 മാർക്സ് ഈച്ച്, ദാറ്റ് ഇസ് 8x2 16. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ആൻസർ എനി 6 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും 6 എണ്ണം മാത്രം എഴുതുക. 6x4 24 മാർക്സ് ആണ്. ഓരോ ചോദ്യങ്ങൾക്കും 4 മാർക്സ് വീതമാണ്. ഫൈനൽ കാറ്റഗറി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എസ്സേസ് ആണ്. തന്നിരിക്കുന്നതിൽ നിന്ന് 2 എസ്സേസ് എഴുതുക. 15x2 30 മാർക്സ്. അങ്ങനെയാണ് 80 മാർക്സ് വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു ഇംഗ്ലീഷ് ഫോർ കരിയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അത്യാവശ്യം ഒരു ബുക്ക്ലെറ്റ് പോലെയൊക്കെ തോന്നും. നല്ല വോളിയമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. അത് കാണുമ്പം ടെൻഷൻ അടിച്ച് ഉള്ളതും കൂടെ മറക്കാൻ ശ്രമിക്കരുത്. കാര്യം ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആ ബുക്ക്ലെറ്റിന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇത് ഞാൻ മൊഡ്യൂൾ 1 പഠിച്ചാണല്ലോ, ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2 6th ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഓർക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇന്ന് ഏത് യൂണിറ്റിലേതാണ് എന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുമായിട്ട് അല്പമെങ്കിലും ഫെമിലിയർ ആണെങ്കിൽ ഇതിൽ എബോവ് 50% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റ് ബുക്കുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിട്ടോ പറയുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി വളരെ നന്നായിട്ട് പഠിച്ചവർക്കാണെങ്കിൽ ഒരു 80-90% അബോവ് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വലിപ്പം കണ്ട് ടെൻഷൻ അടിച്ച് സമയം കളയാൻ നിൽക്കരുത്. അതൊന്നുമില്ല, ആ കാണുന്നൊരു വലിപ്പം മാത്രമേ ഉള്ളൂ. വായിച്ചു വരുമ്പം എല്ലാം ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പരിധിവരെയുള്ള ചോദ്യങ്ങൾ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻസിലോട്ട് വരിക. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആൻസർ ഓൾ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് wherever needed. ഫസ്റ്റ് കാറ്റഗറി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ് എക്സിബിഷൻ ഈസ്. എക്സിബിഷൻ എന്ന് പറയുന്ന വേർഡിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് EXIBITION എന്നതാണ്. കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? EXHIBITION എന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ദാറ്റ് ഇസ് ദി അന്റോണിം ഓഫ് ഇക്കണോമിക്കൽ ഈസ്. ഇക്കണോമിക്കൽ എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എഴുതുക എന്നതാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 5 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ഇക്കണോമിക്കൽ എന്ന് പറയുന്നത്? ചെലവ് കുറയ്ക്കുക എന്നതാണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? എക്സ്പെൻസീവ് എന്നതാണ്. നൗ തേർഡ് ക്വസ്റ്റ്യൻ, ഫ്രാഗ്രൻസ് ഇസ് എ വേർഡ് റിലേറ്റഡ് ടു ദ സെൻസ് ഓഫ്. ആൻസർ ഇസ് സ്മെൽ. ഇത് യൂണിറ്റ് 8 നിന്നുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ, ഡാഷ് ഇസ് എ നൗൺ ഫോം ഓഫ് എമിഗ്രേഷൻ. ആൻഡ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഇറ്റ് ഡാഷ് an honor for him to lead and serve the company. Use the correct tense form of the verb in brackets. അതായത് കറക്റ്റ് ടെൻസിൽ ആൻസർ എഴുതുക എന്നതാണ്. ആൻസർ ഈസ് ഇറ്റ് ഈസ് an honor for him to lead and serve the company. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ദി സെന്റൻസ്. ഈ ഒരു സെന്റൻസ് ശരിയാക്കുക എന്നതാണ്. ഡു യു നോ വെയർ ഈസ് ദി ചർച്ച്? വെയർ ഈസ് ദ ചർച്ച് എന്നാണോ പറയുന്നത്? സോറി, ഡു യു നോ വെയർ ഈസ് ദ ചർച്ച് എന്നാണ് പറയുന്നത്. ഡു യു നോ വെയർ ദി ചർച്ച് ഈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ദ എറർ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഇൻ ദിസ് ക്ലാസ്? അതേ തെറ്റാണ്. എവിടെയാണ് എറർ വരുന്നത്? വാട്ട് നമ്പർ എന്നതിലാണ് എറർ വരുന്നത്. സോ അവിടെ അണ്ടർലൈൻ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം എപ്പിഡമിയോളജിക്കൽ ഈസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ്. ടെക്സ്റ്റിൽ നിന്നുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. സ്പ്രെഡ് ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസ്. ക്വസ്റ്റ്യൻ ഇസ് ഫ്രം യൂണിറ്റ് 7. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് കോസ്റ്റ് ഇറ്റ് ടു ബൈ എ ഡയമണ്ട് നെക്ലേസ്? കറക്റ്റ് ദി സെന്റൻസ്. സെന്റൻസ് കറക്റ്റ് ചെയ്യാനാണ്. സോ ദി കറക്റ്റ് ഫോം ഈസ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ടു ബൈ എ ഡയമണ്ട് നെക്ലേസ്. And 10th question, they had to dash the meeting yesterday due to the sudden bus strike. അതായത് ഇന്നലത്തെ ബസ് സ്ട്രൈക്ക് കാരണം പെട്ടെന്ന് അവർക്ക് മീറ്റിംഗ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതായിരിക്കുമല്ലോ അവിടെ അർത്ഥം വരുന്നത്. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ക്യാൻസൽഡ് എന്ന അർത്ഥം വരുന്നത്? കോളപ്പ് എന്ന് പറഞ്ഞാൽ സമ്മൺ ചെയ്യാന്നാണ് അർത്ഥം. കോൾ ഫോർ, അതായത് കോൾ ഫോർ ലെറ്റേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? പബ്ലിക്ലി ആസ്ക് ഫോർ സംതിങ്.
ആൻഡ് കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. ആൻഡ് ദി നൺ ഓഫ് ദി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, കോൾ ഓഫ്. ആൻഡ് സെക്കൻഡ് സെഷൻ, ആൻസർ എനി 8 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻ നേരത്തെ അറ്റൻഡ് ചെയ്തതിൽ നിന്ന് എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്സ് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് മനസ്സിലായില്ലേ? സോ ഇനി സെക്കൻഡ് സെഷനിലോട്ട് വരിക. തന്നിരിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും 8 എണ്ണം എഴുതുക. ഈച്ച് ക്യാരി 2 മാർക്സ്. 11th question, provide one word substitutes for any 2 of the phrases. ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 2 ഫ്രേസസിന് 1 word substitute കൊടുക്കുക എന്നതാണ്. എ, stood up and applauded. അതിന്റെ ആൻസർ സ്റ്റാൻഡിങ് ഒവേഷൻ. എണീറ്റ് നിന്ന് കൈയടിക്കുക എന്ന് പറയില്ലേ. ആൻഡ് നെക്സ്റ്റ്, എ പീസ് ഓഫ് റൈറ്റിംഗ് അബൌട്ട് ദ റൈറ്റേഴ്സ് ജേർണീസ് ടു ഡിഫറെന്റ് പ്ലേസസ്. ഒരാളുടെ യാത്രയെ കുറിച്ച് പറയുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ട്രാവലോഗ് എന്നതാണ്. ഇത് യൂണിറ്റ് 4 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ ഹു കളക്ട് സ്റ്റാമ്പ്സ്. സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആളെ എന്താ പറയുന്നത്? ഫിലാറ്റലിസ്റ്റ് എന്നാ പറയുന്നത്. ഇത് യൂണിറ്റ് 7 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ ഹു വോക്സ് ഇൻ ഹെർ ഓർ ഹിസ് സ്ലീപ്പ്. ഉറക്കത്തിൽ നടക്കുന്ന അതിനെ പറയുന്നത് സൊംനാംബുലിസ്റ്റ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ ആന്റോണിം ഓഫ് ദ 2 ഓഫ് ദി ഫോളോയിങ് വേർഡ്സ്. തന്നിരിക്കുന്ന വേർഡ്സിന്റെ ആന്റോണിം ഓപ്പോസിറ്റ് എഴുതുക എന്നതാണ്. കൺവേർജൻസിന്റെ ഓപ്പോസിറ്റ് ഡൈവേർജൻസ്, സെൻസിബിലിറ്റിയുടെ ഓപ്പോസിറ്റ് ഇൻസെൻസിബിലിറ്റി, അൺനോന്റെ ഓപ്പോസിറ്റ് പോപ്പുലർ ഓർ നോൺ എന്നതാണ്. 30th ക്വസ്റ്റ്യൻ, ഗിവ് ദ സിനോണിം ഓഫ് 2 ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. പര്യായ പദം എഴുതുക. ഹിലേറിയസ് എന്ന് പറഞ്ഞാൽ ഫണി ആയിട്ടുള്ള. ഔട്ട്ലുക്ക്, അതായത് നമ്മുടെ ഒരു വീക്ഷണം എന്ന് പറയത്തില്ലേ, വേൾഡ് വ്യൂ, അതാണ് ഔട്ട്ലുക്ക്. മോഡിഫൈ ചെയ്യുക, ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ്. സോ അതിന്റെ സിനോണിം ഓൾട്ടർ എന്നതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് സെന്റൻസസ് ഓഫ് യുവർ ഓൺ വിത്ത് എനി 2 ഓഫ് ദ ഫോളോയിങ് ഫ്രേസൽ വെർബ്. തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 2 ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്ത് ഒരു സെന്റൻസ് ഫോം ചെയ്യുക എന്നതാണ്. നോക്കിക്കേ, റാൻ ഇൻ ടു എന്ന് പറഞ്ഞാൽ ഒരാൾ അൺഎക്സ്പെക്ടഡ്ലി ഒന്നുകിൽ ഒരാളെ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുക. ആൻഡ് നെക്സ്റ്റ്, ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ്ഡ് ഫോർ. ടു മേക്ക് ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നോട്ട് ടു ടേക്ക് സംതിങ് സീരിയസ്ലി. ആൻഡ് മെയ്ഡ് ഓഫ് വിത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റോൾ ദ മണി, ആ പൈസ ഇങ്ങനെ അടിച്ചു മാറ്റുക എന്നർത്ഥം വരുന്നത്. സോ റാൻ ഇൻ ടു എന്ന് പറയുമ്പോൾ ദ ബാങ്ക് റാൻ ഇൻ ടു ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി എന്ന സെന്റൻസ് നമുക്ക് ഫോം ചെയ്യാം. ഇനി സെക്കൻഡ് വൺ, ടേൺഡ് അപ്പ് ആണെങ്കിൽ ഐ ആസ്ക്ഡ് ഹർ ടു കം അറ്റ് 8 ബട്ട് ഷീ ടേൺഡ് അപ്പ് അറ്റ് 9. ഞാൻ അവളോട് 8 മണിക്ക് വരാനാണ് പറഞ്ഞത്, പക്ഷെ അവള് 9 മണിക്കാണ് വന്നത്. തേർഡ്, ടു മേക്ക് ലൈറ്റ് ഓഫ്. I didn't mean to make light of your injuries. And final one, made off with. He made off with my book and notes. Okay. And 50th question, choose the correct option from the brackets. ബ്രാക്കറ്റിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇത് രണ്ടും ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. The manager dashed all the claims of the employee and dismissed him. Reputed or refuted? Refuted an answer. B part, I suppose the headmaster himself will dash the matter now. Look into or look out for? Answer is look into. Look into എന്ന് പറഞ്ഞാൽ examine facts. കാര്യങ്ങൾ ഒന്ന് നിരീക്ഷിക്കുക. Okay. Next question is, fill in the blanks using collective nouns from those given below. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കളക്റ്റീവ് നൗൺസ് സെലക്ട് ചെയ്ത ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക എന്നതാണ്. ഓപ്ഷൻ എ, വി സോ എ ഡാഷ് ഓഫ് എലിഫന്റ്സ് മൂവിംഗ് അക്രോസ് ദി റിവർ ബെഡ്. ഇവിടെ എലിഫന്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഹേർഡ്. വി സോ എ ഹേർഡ് ഓഫ് എലിഫന്റ്സ് മൂവിംഗ് അക്രോസ് ദി റിവർ ബെഡ്. ബി, ദ റോക്ക് ഡാഷ് ഹാസ് ബീൻ ഓൺ ടൂർ ഫോർ മന്ത്സ്. ദ റോക്ക് ബാൻഡ് ഹാസ് ബീൻ ഓൺ ടൂർ ഫോർ മന്ത്സ്. Okay, 70th question, fill in the blanks using the suitable degree of the adjectives given in brackets. So, ഇത് degree of comparison ആണ്. A നോക്കുക, lead is dash than any other metal. Heavy, heavier, heaviest എന്നാണ്. So, lead is heavier than any other metal. He thinks he is dash than his father, wiser than his father. Next question, correct the error in the words or phrases given in italics. ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള വേർഡ്സിന്റെ അല്ലെങ്കിൽ ഫ്രേസസിന്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. Poorness is not an enviable condition. Poorness എന്നല്ല, poverty എന്നാണ് പറയുന്നത്. Poverty is not an enviable condition. And next question, here are the mangoes. Please don't take this that are rotten. So ഇവിടെ here are the mangoes, okay. Please don't take this that are rotten. Take this എന്നാണോ പറയുന്നത്? Take those എന്നതാണ് ആൻസർ. Okay. And next question, Suman studied in a girls' school till her 10th class. Girls-ന്റെ അവിടെ ഒരു അപ്പോസ്ട്രോഫിയുടെ ആവശ്യമില്ല. Suman studied in a girls' school till her 10th class. B part, can you give me some informations on the uses of laces? Informations എന്ന് പറയുമോ? Informations എന്ന് പറയില്ല, information എന്നതാണ് ആൻസർ.
Next question, 20th question, A part. Environmental degradation is a perennial problem for humans today. So ഈ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ ഈ തന്നിട്ടുള്ളതിൽ? ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള പെരനിയൽ എന്നതിന്റെ സ്പെല്ലിംഗ് എന്താണ്? PERENNIAL എന്നതാണ് ആൻസർ. ബി പാർട്ട്, മൈ കസിൻ ലൈക്സ് ഫ്രൂട്ട്സ് ഓഫ് ഫോറിൻ കൺട്രീസ്. സ്പെല്ലിംഗ് നോക്കിക്കേ, ഫോറിന്റെ FORIN ഇതാണോ ഫോറിന്റെ സ്പെല്ലിംഗ്? FORIEGN എന്നതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ ടാർഗറ്റ്സ് ആർ ടു അച്ചീവിംഗ് ബിഫോർ ദി എൻഡ് ഓഫ് ദിസ് മന്ത്. ടു അച്ചീവിംഗ് എന്നാണോ പറയുന്നത്? ടു ബി അച്ചീവ്ഡ്. യുവർ ടാർഗറ്റ്സ് ആർ ടു ബി അച്ചീവ്ഡ് before the end of this month. And next question, B part, the clothes were all washed and hanged out to dry. Hanged out alla hang out enna parayunne. And next question, fill in the blanks with suitable words from those given in brackets. Brackets il ninnu suitable aayittulla words eduthu fill cheyyuka. A, he is a dash careless fellow. He is a rather careless fellow. There are days dash no one can have a sense of security. There are days when no one can have a sense of security. C, he was foolish dash to believe her. He was foolish enough to believe her. D, I had a dash walk. I had a leisurely walk. Next question, 23. Fill in the blanks with suitable words from those given in brackets. Medical, deliberate, grand, constant. The Battle of Waterloo ended in a dash victory. നല്ല ഒരു വിക്ടറി, ഗ്രാൻഡ് വിക്ടറി, അതാണ് ആൻസർ. ദ ഇൻജേർഡ് മാൻ വോൺസ് ഡാഷ് അഡ്വൈസ്. അതായത് മുറിവൊക്കെ പറ്റിയ ഒരാൾക്ക് എന്ത് അഡ്വൈസ് ആണ് വേണ്ടത്? മെഡിക്കൽ അഡ്വൈസ്. ഡാഷ് ആങ്സൈറ്റി ഹാസ് അണ്ടർമൈൻഡ് ഹിസ് ഹെൽത്ത്. കോൺസ്റ്റന്റ് ആങ്സൈറ്റി, അതായത് ഭയങ്കര ആങ്സൈറ്റി ആണ്, അത് അയാളുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്തു. ഇറ്റ് ഈസ് എ ഡാഷ് ലൈ. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ലൈ. Read the paragraph and answer the question given below. The global anti-aging market is worth at least $250 billion, an astonishing amount, and it is growing. Anti-aging treatments are supposedly used to correct premature aging, but what does this really mean? Surely aging is just aging. It is a process that occurs over time at the time that it is supposed to. So anti-aging-നെ കുറിച്ചും ആൻഡ് അതിന്റെ കുറച്ച് ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പാസേജ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് പ്രീമെച്യൂർ ഈസ് യൂസ്ഡ് ഇൻ ദ പാസേജ് ടു മീൻ. പ്രീമെച്യൂർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഈ പാസേജിൽ? ഏർലിയർ ദാൻ യൂഷ്വൽ എന്നതാണ്. സെക്കൻഡ്, വാട്ട് ഈസ് മെന്റ് ബൈ ദി ആന്റി ഏജിംഗ് മാർക്കറ്റ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ് വർത്ത്? സോ ആന്റി ഏജിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്മിക് ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. യൂത്തിനെ കുറിച്ച്, യൂത്ത് അതായത് പ്രായമാകും തോറും ചെറുപ്പമാകുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ്. ഏകദേശം $250 million ആണ് അത് വർത്ത് ആയിട്ടുള്ളത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പാസേജ് ആണ് കേട്ടോ. We do not know how to manage our machines. Machines were made to be man's servants. Yet he has grown so dependent on them that they are in a fair way to become his masters. Already, most men spend most of their life looking after and waiting upon machines. And machines are very stern masters. They must be fed with coal and given petrol to drink and oil to wash with, and must be kept at the right temperature. And if they do not get their meals when they expect them, they grow sulky and refuse to work, or burst with rage and blow up and spread ruin and destructions all around them. So machine, ഇന്നത്തെ കാലത്ത് മെഷീൻസ് മനുഷ്യന് മേൽ നൽകുന്ന ഒരു ആധിപത്യത്തിനെ കുറിച്ചാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. കാര്യം എല്ലാവരും മെഷീൻസിൽ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അതാണ് നമ്മുടെ പാസേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക, what has gone wrong in man's handling of machines? ക്വസ്റ്റ്യൻസ് നോക്കുക. വാട്ട് ഹാസ് ഗോൺ റോങ് ഇൻ മാൻസ് ഹാൻഡ്ലിംഗ് ഓഫ് മെഷീൻസ്. മെഷീൻ ഹാൻഡിൽ ചെയ്യുന്ന കേസിൽ മനുഷ്യർക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മെഷീൻസ് വേ മെയ്ഡ് ടു ബി മാൻ സെർവൻസ്. മനുഷ്യർക്കൊരു സഹായമായിട്ട് അല്ലെങ്കിൽ മനുഷ്യരുടെ സെർവൻസ് ആയിട്ടാണ് മെഷീനെ കൊണ്ടുവന്നത്. പക്ഷെ ഒരുപാട് ഡിപ്പെൻഡന്റ് ആയി അതിലേക്ക് വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി? മെഷീൻസ് മനുഷ്യരുടെ മാസ്റ്റേഴ്സ് ആയിട്ട് മാറി. ആൻഡ് നെക്സ്റ്റ്, വാട്ട് ഡസ് സ്റ്റേൺ മാസ്റ്റേഴ്സ് മീൻ? എന്താണ് ഈ സ്റ്റേൺ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? because they will behave aggressively if any of their needs are not fulfilled. അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അഗ്രസീവ്ലി അവർ നമ്മുടെ അടുത്ത് തന്നെ വളരെ വൈൽഡ് ആയിട്ട് അല്ലെങ്കിൽ റൂഡ് ആയിട്ട് ബിഹേവ് ചെയ്ത് വരും. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. മെഷീൻസ് ആർ വെരി സ്റ്റോൺ മാസ്റ്റേഴ്സ്, ദേ മസ്റ്റ് ബി ഫെഡ് വിത്ത് കോൾ ആൻഡ് ഗിവൺ പെട്രോൾ ടു ഡ്രിങ്ക് ആൻഡ് ഓൾ ടു വാഷ് വിത്ത്. ക്ലിയർ ആയിട്ട് പാസേജ് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ആൻസർ മനസ്സിലാവും. 26th question. Bacon calls the riches the baggage of virtue. For as the baggage is to an army, so riches are to virtue. They cannot be spread nor left behind.
Yet only hinder the march. Wealth brings care in its train, pride goes with it, and where there is pride, there can be no real virtue. What did Christ say of a rich man? Verify, I say unto you, it is easier for a camel to go through the eye of a needle than for a rich man to enter the kingdom of God. Riches are called the baggage of virtue. Why? As the baggage is to an army, so riches are to virtue. They cannot be spread nor left behind. Next question. It is difficult for a man of riches to get into the kingdom of God. Why? A rich man is always a proud man. Okay. And next question is, answer any 6 of the following questions. Fill in the blanks with the correct option. 27th question, A part. He was asked to take his aged mother to see a dash physician. ബ്രാക്കറ്റിൽ പീഡിയാട്രിക് ആൻഡ് ജെറിയാട്രിക്. ഇത് നമ്മുടെ യൂണിറ്റിൽ തന്നിട്ടുള്ളതാണ്, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആണ്. സോ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് കുട്ടികളെ നോക്കുന്ന ബ്രാഞ്ചുമായിട്ട് റിലേറ്റഡ് ആണ്. ജെറിയാട്രിക്സ് എന്ന് പറയുന്നതോ അത് വയസ്സായിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ദ ആൻസർ ഈസ് ഹി വാസ് ആസ്ക്ഡ് ടു ടേക്ക് ഹിസ് ഏജ്ഡ് മദർ ടു സീ എ ജെറിയാട്രിക് ഫിസിഷ്യൻ. And next question, the server at the bank was dashed by cyber criminals. Morphed or hacked? Morphed അല്ല, ആൻസർ hacked ആണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, യൂണിറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ. സി, പ്രൊഫസർ ഹാർവേ യൂസസ് എ ലോട്ട് ഓഫ് സയന്റിഫിക് ഡാഷ് ഇൻ ഹിസ് സ്പീച്ച്. ജോക്സ് ഓർ ജാർഗൺ? ജാർഗൺ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ലാംഗ്വേജ് ആണ്. സോ ആൻസർ ഇസ് ജാർഗൺ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, I'm waiting for my father's nod of dash so that I can go abroad to work. Assent. Next question, 28th question, fill in the blanks with suitable phrases from those given in brackets. ഈ തന്നിരിക്കുന്ന phrases suitable ആയിട്ടുള്ള blanksലോട്ട് fill ചെയ്യുക. Make up, turned up, went off, ran out, called off, look into, look up, look for. So the first question, the workers dashed the strike. The workers called off the strike. The boys dash at the stroke of the ball. The boys ran out at the stroke of the ball. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ turned up, ran into എന്നൊക്കെ വെച്ചിട്ട് സെന്റൻസ് ഫോം ചെയ്യാൻ പറഞ്ഞില്ലേ? ഇത് ആൻസർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. ശരിയായിട്ട് ഓരോ ഫ്രേസൽ വേർബിന്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫ്രേസൽ വേർബ്സിന്റെ ഏതെങ്കിലും മീനിങ് നിങ്ങൾ പഠിക്കുക. അത് ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഇത്രയും ഫ്രേസൽ വേർബ്സ് ഇല്ലേ, അതിന്റെ മീനിങ് അങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണതെന്നുള്ളത് പെട്ടെന്ന് കാണുമ്പോഴേ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Surprisingly, very few guests dashed for the wedding. കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ എന്നാണ് പറയേണ്ടത്. സോ അറൈവ്ഡ് ഫോർ എന്ന അർത്ഥം വേണം വരാൻ. സോ ദ ആൻസർ ഇസ് turned up. D, a bomb dashed near the park yesterday. A bomb went off near the park yesterday. Okay, 29th question. Correct the error in 4 of the following sentences. A, more than one attempt were made to rush onto the stage. More than one attempt were alla was aanu. Okay, next question. The central government not only provided the funds but the personnel also. So ഇവിടെ not only വന്നാൽ എന്താണ് വരേണ്ടത്? but also ആണ് വരേണ്ടത്. The central government not only provided the fund but also the personnel. Next question. His wife as well as his children are ashamed of him. So his wife as well as his children is ashamed of him. And D, John thinks he is superior than everybody else. ഇത് എല്ലാവർക്കും തെറ്റ് പറ്റുന്ന ഒരു കാര്യമാട്ടോ. കാര്യം നോക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. പക്ഷേ സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രിഫർ എന്നതിന്റെ കൂടെ എന്താണ് വരുന്നത്? ദാൻ അല്ല, ടു ആണ് വരുന്നത്. John thinks he is superior to everybody else. 30th question, fill in the blanks with the correct option. All kinds of foreign consumer brands are now available at our store because of the liberalization policy. Question from module 1 vocabulary unit 1. B, his decision to relocate to his native town was a judicious one. Why don't you dash me instead of sending long emails? Why don't you text me instead of sending long emails? The story is about 2 families that have an ongoing dash that goes back 3 generations. Feud means kudippaga. ഇതെല്ലാം ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നവർക്കും യൂട്യൂബ് ഓഡിയോസ് വീഡിയോസ് ലിസൺ ചെയ്തിട്ടുള്ളവർക്കും ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്ത് ഇരുന്ന് മനഃപ്പാടമാക്കേണ്ട കാര്യങ്ങളല്ല ഈ ഒരു ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന് വായിക്കുക, മനസ്സിലാക്കി മാറ്റുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കാണാപ്പാടം പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. ഇപ്പം സെമസ്റ്റർ 1 നിങ്ങൾ എടുത്ത എഫേർട്സിന്റെ പകുതി മതി ഈ ഒരു സെമസ്റ്റർ 3 പോർഷൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്.
ഓക്കെ, സോ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, ഈസിയാണ്. 31st question, fill in the blanks with suitable phrases from those given in brackets. Step down, held up, gave up, cut off, made up, found out. A. The energy company dashed our electricity because we didn't pay. പൈസ അടയ്ക്കാത്തതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് കറണ്ട് കട്ട് ചെയ്തു. സോ ആൻസർ ഈസ് കട്ട് ഓഫ്. ദ എനർജി കമ്പനി കട്ട് ഓഫ് അവർ ഇലക്ട്രിസിറ്റി ബിക്കോസ് വി ഡിഡ്ന്റ് പേ. I dash playing football a long time ago because of a knee injury. കാലിന്റെ മുട്ടിന്റെ ഒരു വേദന, ഒരു അപകടം വന്നതിനെ തുടർന്ന് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് നിർത്തി. സോ അവിടെ ആൻസർ ഗേവ് അപ്പ് എന്നതാണ്. ഈ ഫ്രേസൽ വെർബ് ഒക്കെ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളത് പഠിച്ചു പോവുക. The Prime Minister has decided to dash after 10 years in office. 10 വർഷം ജോലി ചെയ്തതിനു ശേഷം തന്റെ പൊസിഷനിൽ നിന്ന് അദ്ദേഹം മാറുവാൻ തീരുമാനിച്ചു. സോ അതുമായിട്ട് ചേരുന്ന ഫ്രേസൽ വെർബ് സ്റ്റെപ്പ് ഡൗൺ എന്നതാണ്. The traffic on the motorway was dash by construction work. The traffic on the motorway was held up. Okay, and 32nd question. Correct the error, if any, in the section in italics in 4 of the following sentences. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക. A. I have spoken to him, but what he could do is another matter. എൻ്റെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ക്ലിയർ അല്ല കേട്ടോ, അതാണ് ഈ ഒരു ബ്രേക്ക് വരുന്നത്. പക്ഷെ ഞാനിത് പ്രസന്റ് ചെയ്യുമ്പം സ്ക്രീനിൽ കാണിക്കുമ്പം കൃത്യമായിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. I have spoken to him, but what he could do is another matter. ഇവിടെ what he could do എന്നതല്ല, what he will do എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. B. Dr. Shah will be leading the surgical team. Will he? സോ ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. സോ ആൻസർ വിൽ ഹി എന്നതല്ല, വോണ്ട് ഹി എന്നതാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട് എങ്കിൽ ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടാൽ മതി. See, I am supposed to join you at 2 in the afternoon, aren't I? So ഇത് കറക്റ്റ് ആണ്. Don't she know that she has a seminar presentation tomorrow? So don't she എന്നതല്ല ആൻസർ. Doesn't she know that she has a seminar presentation tomorrow? ഇതാണ് കറക്റ്റ് ഫോം. And E. You don't walk on the grass. The signboard says. You don't walk on the grass എന്നല്ല, don't walk on the grass. The signboard says. അതിൽ don't എന്നുള്ളതിൽ D ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. And next question. Fill in the blanks with the suitable pronouns from those given in brackets. They, he, me, our, you, it, they, them, its, mine, and him. First question, you are stronger than dash. Me or him. നമുക്ക് എന്ത് വേണേലും പറയാം. You are stronger than me. You are stronger than him. B. I looked behind it. And he said he had reported the incident to 2 constables, but that none was willing to intervene. So none of them, നമുക്കറിയാം none of them എന്നാ പറയുന്നത്. He said he had reported the incident to 2 constables, but that none of them was willing to intervene. D. Nobody but dash was present. Nobody but he was present. Next question E. There were doors all around the hall, but dash were all locked. But they were all locked. My parents like Latin music. The CD is for them. Next question. Here is another. So here, I don't know what to do with dash. I don't know what to do with it. Dad is coming with dash to buy school supplies. Dad is coming with me to buy school supplies. Question number 34. Correct the error in the sections in italics. Italics il തന്നിട്ടുള്ളതിന്റെ തെറ്റുകൾ തിരുത്തുക. She must has been on holiday. One is as tall as all other girls in her class. Your college is good, but mine is best. It rains heavily in Assam, isn't it? One is as tall as all other girls എന്ന് പറയുന്നത് one is taller than all other girls എന്നാക്കുക. Your college is good, but mine is best എന്നത് your college is good, but mine is better എന്ന് മാറ്റുക. It rains heavily in Assam, isn't it? അല്ല, doesn't it എന്നാണ് വരേണ്ടത്. Okay, and next question. Fill in the blanks with suitable words from those given in brackets. Question number 35. Failure, conduct, astonishingly, crash landed, probe, journeying, and successfully.
Over the weekend, India attempted to make history by becoming just the fourth nation to dash, land a dash on the moon. It came dash close, but after dash, millions of kilometers, Vikram lander lost dash in the final few hundred meters and dash on the lunar surface. But it would be both unfair and plain wrong to label the mission a dash. So the answers are, over the weekend, India attempted to make history by becoming just the fourth nation to successfully land a probe on the moon. It came astonishingly close, but after journeying millions of kilometers, Vikram lander lost contact in the final few hundred meters and crash landed on the lunar surface. But it would be both unfair and plain wrong to label the mission a failure. Okay, question number 36. Fill in the blanks with suitable words from those given in brackets. Alarmed, embodiment, ambitious, necessity, skeptical, melancholic, improved and revoked. The manager says that the order cannot be revoked. We should use dash varieties of seeds to increase production of grains. Improved. Bruto was an unselfish worker, yet people said that he was ambitious. His father is skeptical about the son getting a top rank. Skeptical എന്ന് പറഞ്ഞാൽ വിശ്വാസം വരാത്ത അല്ലെങ്കിൽ ശങ്കിച്ചു നിൽക്കുന്ന എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. The residents were dashed by the fury of the storm, alarmed. The music had a dash touch, melancholic touch. Many of the villagers in India do not even have the bare dash of life, necessities of life. Mother Teresa is regarded as a dash of kindness and love, embodiment of kindness and love. And next question is 37. Question number 37. Read the passage and answer the questions given below. Raman was a voracious reader and pored eagerly over all books in his father's collection, among which were original writings of great scientists. These books were to him like all friends, never to be forgotten. He once said, out of this welter of subjects and books, can I pick anything really to mold my mental and spiritual outlook and determine my chosen path? So, ഇത് മൊഡ്യൂൾ 1 വെക്കാബുലറിയിലെ യൂണിറ്റ് 3 പാസേജ് ആണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ പാസേജ് ഡിഫൈൻ ചെയ്തതും വിത്ത് ആൻസേഴ്സും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിലോട്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് വരികയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി. ഡാഷ് ഇൻ ദ പാസേജ് മീൻസ് ഹൈലി എന്തൂസിയാസ്റ്റിക്. വൊറേഷ്യസ് എന്നതാണ് ആൻസർ. poured eagerly over means read with great interest, studied carefully, both A and B, skimmed through. So the answer is C, both A and B. In the given passage, mold is related to the smithy, pottery, baking and character. Answer is character. Fourth question, welter means confused mass. Question number 38. Read the passage and answer the questions given below. There has never been conceived or made by man any instrument, machine or contrivance capable of such diversity of usefulness as the human hand. Nothing has ever existed with such infinite adaptability to various need or capable of being trained to such degrees of dexterity and versatility. Nor is it likely that as perfect a machine will ever be produced by human skill, for the only thing the human hand cannot do is to create an instrument as perfect as itself. So, ഇതാണ് നമ്മുടെ പാസേജ്. ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ ഹ്യൂമൻ ഹാൻഡ് സോ യൂസ്ഫുൾ? ഹ്യൂമൻ ഹാൻഡ് യൂസ്ഫുൾ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ മെനി ഡൈവേഴ്സ് വേസ്. ഒരുപാട് രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നേച്ചർ അനുസരിച്ച് നമുക്ക് ഓരോ രീതിയിലും അത് യൂസ് ചെയ്യാൻ പറ്റും. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് ടു ന്യൂ എൻവയോൺമെന്റ്. പുതിയ എൻവയോൺമെന്റുമായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിനെയാണ്, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകുന്ന ആ ഒരു മനോഭാവത്തെയാണ് നമ്മൾ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. And dash in the passage means an apparatus using mechanical power and having several parts, each with a definite function and together performing a particular task. Machine. Fourth, can as perfect an instrument as a human hand be ever created by man? Can be created. There are similar instruments as useful as a human hand. Human hand or mind is incapable of making a similar machine as human hand. So the answer is option C. And next question, answer any two of the following questions choosing one from each group. Group A, Group B ഉണ്ട്. So Group A-ൽ 3 questions ഉണ്ട്, Group B-ൽ 3 questions ഉണ്ട്. So ആകെ 6 questions ആണുള്ളത്. So അതിൽ നിന്ന് ഓരോ പാർട്ടിൽ നിന്നും ഓരോ questions വെച്ച് എഴുതുക. നമ്മുടെ essay question ആണ്. Okay, so Group A, 39th question.
read the following passage and answer the questions given below. So ഈ ഒരു ക്വസ്റ്റ്യൻ യൂണിറ്റ് 5 മൊഡ്യൂൾ 1 യൂണിറ്റ് 5 വൊക്കാബുലറി സെഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ എക്സസൈസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. എന്താണെങ്കിലും അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് ഈ ഒരു പാസേജ് ഞാൻ വായിച്ചേ പോകുന്നുള്ളൂ, അതിനധികം ഡിഫൈൻ ചെയ്യുന്നില്ല. കാര്യം ഏകദേശം എനിക്കൊന്നൊരു 12 മിനിറ്റ്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. Once the casting is done, I am ready to plunge headlong into the business of shooting. The studios of Calcutta show their allowed pass in every crevice in the wall, in every tatter on the canvas that covers the ceiling. Some of the families of rodents that inhabit the rafters have lived there ever since the foundation of the industry. The floor is spit, the camera's ground as it turns, the voltage begins to drop after sundown. The general air of shabbiness is unknowing, and yet I do not mind these at all. I do not think of these as hindrances. After all, we have the essentials to make a film, and it is within us to make it badly or well. It is the bareness of means that forces us to be economical and inventive and prevents us from turning craftsmanship into an end in itself. And there is something about creating beauty in the circumstances of shabbiness and privation that is truly exciting. Yes, I am happy to be working where I am. സത്യജിത് റോയുടെ ഒരു ഡിറക്ഷനോടൊക്കെയുള്ള ഒരു പാഷൻ, മൂവിയോട് ഫിലിമിനോടൊക്കെയുള്ള ഒരു പാഷനാണ് ഈ ഒരു പാസേജിൽ മുഴുവൻ നിൽക്കുന്നത്. അതായത് ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു മൂവീനെ നല്ല രീതിയിൽ ഇൻവെന്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക്. ആ ഒരു അർത്ഥമാണ് ഈ ഒരു പാസേജിൽ വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ കേട്ടാൽ മതി. ഓക്കെ, സോ ദി question number 1, plunge headlong into means dive into water, bang your head to get fully involved, none of the above. So the answer is to get fully involved. Hallowed is clauses in meaning to holy, hollow, ancient and unknown. So the answer is holy. Third question, dash is a synonym for creative, inventive. And next question, privation is a word related to privatization, privacy, piracy and deprivation. Privation എന്ന് പറഞ്ഞാൽ ഹാർഡ്ഷിപ്പ് എന്നാണ് അർത്ഥം. Tattered is related to paper, cloth, music, noise. So the answer is cloth. Tattered എന്ന് പറയുമ്പോൾ old and torn എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. The word opposite in meaning to the word pit is, pit എന്ന് പറയുന്ന വേർഡുമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏതാണ്? സ്മൂത്ത് എന്നതാണ്. പിഡ് എന്ന് പറഞ്ഞാൽ ഈ ഹോൾസ്, ഒരു സർഫേസിൽ സ്മോൾ മാർക്സ് അല്ലെങ്കിൽ ഹോൾസ് ഒക്കെ വരുന്നതിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് കറക്റ്റ്ലി, കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്ത വേർഡ് ഏതാണ്? പ്രിവറ്റൈസേഷൻ, ഷാർഡിനെസ്, ക്രാഫ്റ്റ്മാൻഷിപ്പ്, ക്രിവൈസ്. സോ ഇതിൽ ആകെ ശരിയായിട്ട് സ്പെല്ല് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ ബി ഷാർഡിനെസ് ആണ്. അതായത് പ്രിവറ്റൈസേഷൻ അല്ല, അത് പ്രൈവറ്റൈസേഷൻ ആണ്. അപ്പൊ അത് എഴുതിയതുപോലെ വായിച്ചാൽ അങ്ങനെ വരുള്ളൂ. അതിന്റെ സ്പെല്ലിംഗ് PRIVATISATION എന്നതാണ്. പിന്നെ ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ CRAFTSMANSHIP എന്നതാണ്. ക്രിവൈസ് CREVICE എന്നതാണ്. സോറി, CREVICE എന്നതാണ്. And next question, the word that is spelled wrongly is ceiling, voltage, hindrance, business. Answer is hindrance. Correct spelling of the word is hindrance, HINDRANCE. Next, find the synonym of the words in italics. She cried copious tears when she lost her new shoes. അവളുടെ പുതിയ ഷൂസ് പോയപ്പം അവൾ ഒരുപാട് കരഞ്ഞു. ആ അർത്ഥം വരുന്നത് plentiful എന്നതാണ്. They burned the effigy of the despot in the town square. എഫിജി എന്ന് പറഞ്ഞാൽ എന്താ? കോലം എന്നതാണ്. സോ നമുക്ക് കണ്ടെത്തേണ്ടത് സിനോണിമാണ്. അത് ഏതാണ്? എ ഡമ്മി എന്നതാണ് ആൻസർ. ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് വീണ്ടും ഇത്രയും ഈ ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യം ഉണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു പോവാം. എന്തെങ്കിലും തരത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ പോയി ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ അതെടുത്ത് വായിച്ചാൽ മതി. വീഡിയോ കാണണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ നോട്ട്സ് തന്നെ മതി. ആ ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഫൈൻഡ് ദ എൻഡോണിം ഓഫ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. 12th, February 14th was set as a tentative date for the wedding.
സോ അതിന്റെ ഓപ്പോസിറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ എന്നതാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫൈനൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ മസ്റ്റ് സേ യു ലുക്ക് വെരി urban in this suit. അതായത് മര്യാദയുള്ള ഒരു ലുക്ക് തോന്നുന്നു എന്നാണ്. Elegant, slow, crude and foolish. So the opposite is option C, crude. Choose the most suitable one-word substitute for the phrase in italic. Satyajit Ray is a world-famous Bengali film director who is involved in all the audio-visual elements of his films. Producer, actor, author. So answer is author. അതായത് സ്വതസിദ്ധമായ ശൈലിയിൽ സിനിമ എടുക്കുന്ന സംവിധായകനെയാണ് നമ്മളത് പറയുന്നത്. 50th question, find the meaning of the word hindrance from the passage given above and use it in a sentence of your own. So hindrance എന്ന് പറഞ്ഞാൽ തടസ്സം എന്നതാണ്. അതൊരു സെന്റൻസിൽ യൂസ് ചെയ്താൽ we can say it as some people don't like to wear eye protection because they consider it a hindrance. അതായത് ഈ മാസ്ക് ഒന്നും വെയർ ചെയ്യാനും അല്ലെങ്കിൽ ഐ പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല, കാര്യം അവർക്ക് അതൊരു തടസ്സമായിട്ട് തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40th question. Spot the error in the underlined section in the following sentence, and if there is no error, the answer is D. So, question number 1, you may go to your classes now, the teacher said no error. So, ഇതിലെ ഓരോ പാട്ടും നോക്കുക, A, B, C, D നിങ്ങൾക്ക് കാണാം. So, 40th questionൽ first one no error ആണ്, and second one, Ravi asked Megha whether she submitted her assignment, the class teacher, and no error. സോ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബി, അതായത് ഷീ സബ്മിറ്റഡ് ഹെർ അസൈൻമെന്റ് എന്നതാണ് തെറ്റായിട്ടുള്ള ഭാഗം. 3, ഐ വിൽ നോട്ട് ഗോ ഇൻ ടു ദ ഹാൾ അണ്ടിൽ രശ്മി കംസ് സെഡ് ജ്യോതി. സോ മൂന്നാമത്തതിന്റെ ആൻസർ നോ എറർ എന്നതാണ്. 4th question, where did you lose your purse asked my mother. സോ lose your purse എന്നതാണ് ആൻസർ, ബി ആണ്. And 5th question, the group promised that they would meet again next year. So ഇത് 5th question ആൻസർ എന്ന് പറയുന്നത് നോ എറർ ആണ്. 6th, 20 weights make 1 ton. ഇതിൽ എ ആണ്, 20 weights എന്നതാണ് എറർ ആയിട്ടുള്ള പോർഷൻ. All the 3 commander-in-chiefs are meeting the president today. എ പാർട്ടാണ് തെറ്റ്. I, who your leader, will give the signal. A, B, C, D പാർട്ട് നോക്കുക, ആൻസർ ഇസ് ബി. നത്തിങ് ഈസ് ഗിവൺ ഫോർ നത്തിങ്. 9th question, ഡി നോ എറർ എന്നതാണ്. ലെറ്റ് യു ആൻഡ് ഹി ഗോ ടുഗെദർ. 10th questionൽ ബി പാർട്ടാണ് തെറ്റ്. ആൻഡ് 11th question, ഹി ഫെയിൽഡ് ഇൻ ഹി അറ്റംപ്റ്റഡ്. സോ അതിൽ കാണുമ്പോഴേ അറിയാം ബി പാർട്ട്, ഇൻ ഹി എന്നതാണ് തെറ്റ്. ആൻഡ് 12th question, ഹി നോസ് ബെറ്റർ ദാൻ ടു ക്വാറൽ. സോ ഇതിൽ സി, ദാൻ ടു ക്വാറൽ എന്നതാണ്. Few Indian towns are so big as Madras. ഇതിലെ ആൻസർ സി ആണ്, as Madras. Why should I suspected by you? 40th questionൽ സി ആണ്, suspected by you. And 50th question, either he or I are mistaken. No error. A, B, C, D പാർട്ട്, അതിലെ ആൻസർ എന്ന് പറയുന്നത് സി, I are mistaken എന്നതാണ്. Okay, now let us go through question number 41. Read the passage and answer the questions given below. Monday morning found Tom Sawyer miserable. Monday morning always found him so, because it began another week's slow suffering in school. He generally began that day with wishing he had no intervening holiday. It made the going into captivity and fetters again so much more odious. Tom lay thinking. Presently, it occurred to him that he wished he was sick. Then he could stay home from school. Here was a vague possibility. He canvassed his system. No ailment was found. And he investigated again. This time he thought he could detect colicky symptoms and he began to encourage them with considerable hope. But he soon grew feeble and presently died wholly away. He reflected further. Suddenly he discovered something. One of his upper front tooth was loose. This was lucky. He was about to begin to groan as he started, as he called it, when it occurred to him that if he came into court with that argument, his aunt would pull it out, and that would hurt. So he thought he would hold the tooth in reserve for the present and seek further. Nothing offered for some little time, and then he remembered hearing the doctor tell about certain thing that laid up a patient for 2 or 3 weeks and threatened to make him lose a finger.
So the boy eagerly drew his sorter from under the sheet and held it up for inspection. But now he did not know the necessary symptoms. However, it seemed worthwhile to chance it, so he fell to groaning with considerable spirit. So ഈ പാസേജ് മറ്റൊന്നുമല്ല, ഒരു കുട്ടി, നിങ്ങളെയൊക്കെ പോലെയുള്ള ഒരു കുട്ടി, അവന് മൺഡേ ഒക്കെ ആകുന്ന സമയം തിങ്കളാഴ്ച ആകുമ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. കാര്യം ശനിയും ഞായറൊരു ഹോളിഡേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ അങ്ങോട്ട് താല്പര്യം വരില്ലല്ലോ. അപ്പം നമ്മൾ കുട്ടിക്കാലത്ത് ഓരോ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും. അമ്മ എനിക്ക് തലവേദനയാണ്, പല്ലുവേദനയാണ്, ശരീരം വേദനയാണ്, ബോഡി പെയിൻ ആണ്, അവിടെ വേദന, ഇവിടെ വേദന എന്നൊക്കെ പറയാറില്ലേ. സോ അതുപോലെ ഒരു കുട്ടി സ്കൂളിൽ പോകാൻ കാണിക്കുന്ന ആ ഒരു മടിയെക്കുറിച്ചും അതിന്റെ കുറച്ച് എക്സ്ക്യൂസസിനെയൊക്കെ കുറിച്ചാണ് ഈ പാസേജിൽ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് റിഫ്ലെക്റ്റഡ് ഇൻ ദ പാസേജ് ഇൻ ക്ലാസസ് ഇൻ മീനിങ് ടു കൺസിഡർ, എക്കോർഡ്, റിട്ടേൺഡ് ആൻഡ് റെപ്ലിക്കേറ്റഡ്. കൺസിഡർ ആൻ ആൻസർ. ദ ഫ്രേസ് canvassing the system in the passage means A. appeal, B. campaign, C. fight and D. check. Canvassing the system എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് അവനിങ്ങനെ ബോഡി മുഴുവൻ പരിശോധിച്ചില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ അറിയാൻ. സോ അതാണ് ആൻസർ ഇസ് ചെക്ക്. ദ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് പ്ലീസിംഗ് ഈസ്. പ്ലീസിംഗ് എന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്ഷനിൽ ഏത് വേർഡ് ആണെന്ന്? ഓപ്ഷൻ ഡി ആണ്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ട്രൂ. Tom thought it was bad luck to have a shaky front tooth. Tom hated being sick. Tom began to encourage the leaky pain with hope. None of the above. So the answer is option C. Fifth question, Monday morning found Tom so miserable. Why? Because Tom was feeling colicky. Tom had a toothache. Tom was scared of going to the doctor. Tom did not like going to school. Fifth question, option D is the answer. Sixth question, why did Tom wish he had no intervening holiday? Answer is option A. It made going back to school so much more hateful. Seventh question, ailment means. Ailment എന്ന് പറഞ്ഞാൽ ഒരു bodily disorder ആണ്. The synonym for fetters is fritters, chains, fight and check. Answer is option B, chains. By which phrase does Tom describe his experience in school? അവന്റെ സ്കൂളിലുള്ള എക്സ്പീരിയൻസിനെ അവൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? Ninth question, going into captivity and fetters. And 10th question, the word sour in the phrase sorto means. Sorto എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി, broken എന്നാണ് ആൻസർ. 11th question, why did Tom canvass his system? എന്തിനാണ് അവന്റെ ഇത് മുഴുവൻ ക്യാൻവാസ് ചെയ്തത്? കാര്യം അവന്റെ ബോഡിയിൽ എന്തെങ്കിലും ഡിസോർഡർ കണ്ടെത്തി അതൊരു എക്സ്ക്യൂസായി സ്കൂളിൽ പോകാതിരിക്കാനാണ് രാവിലെ മുതൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നത്, അവന്റെ ശരീരം മുഴുവൻ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് 12th question, why did Tom hold up the sorter for inspection? Tom hoped that the sorter would be a good reason for not going to school. സ്കൂളിൽ പോകാണ്ടിരിക്കാൻ അത് നല്ലൊരു റീസൺ ആണെന്ന് അവൻ കരുതി. What was the starter for Tom Sawyer? Tom often tried the act of groaning as he started to draw his aunt's attention. Based on the incident mentioned here, comment briefly on the character of Tom. ടോമിന് ഒരു ക്യാരക്ടർ സ്കെച്ച് കൊടുക്കുക. ടോം സ്വല്പം മടിയനാണ്, ഉഴപ്പനാണെങ്കിലും അവൻ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഒരാളാണ്. എന്തൊക്കെ ചെയ്താൽ സ്കൂളിൽ പോകാണ്ടിരിക്കാൻ പറ്റും, ആൻഡ് എന്തൊക്കെ പറഞ്ഞാൽ ആന്റിയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും, ആന്റിനെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് കൊടുക്കുക. സജസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ്. ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള, പെട്ടെന്ന് ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. Now let us go through Group B. Group B ലോട്ട് പോവാം. Answer all the following questions. Fill in the blanks with suitable tense forms of the verbs given in brackets. വായിച്ചു നോക്കിയിട്ട് ശരിയായ ടെൻസിന് യോജിക്കുന്ന രീതിയിൽ ആ വേർബ്സിനെ പ്ലേസ് ചെയ്യുക. Nadella dashed to join Microsoft because he dashed to make a difference. Nadella chose to join Microsoft because he wanted to make a difference. Dashed an honor for him to lead and serve the company. B form ആണ് പറയുന്നത്. So it is an honor for him to lead and serve the company. Third question, we dash for a movie yesterday. Yesterday means നടന്നു പോയ ഒരു കാര്യമാണ്, ഇന്നലെ എന്ന അർത്ഥമാണ്. So answer past ഫോമിലാണ് വരേണ്ടത്. We went for a movie yesterday. Do you dash that my friend's daughter dash in that movie? Do ആണ് വന്നിരിക്കുന്നത്. So did you, ഡിഡിന്റെ കൂടെ എപ്പോഴും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ്. ഡിഡ് യു നോ ദാറ്റ് മൈ ഫ്രണ്ട്സ് ഡോട്ടർ ആക്ട് ഇൻ ദ പാസ്റ്റ് ഫോം ആക്ട് ഇൻ ദറ്റ് മൂവി. ഷീ ഡാഷ് ദ റോൾ ഓഫ് ദ ഹീറോയിൻസ് യങ്ങർ സിസ്റ്റർ. ഷീ പ്ലേഡ് ദ റോൾ ഓഫ് ദി ഹീറോയിൻസ് യങ്ങർ സിസ്റ്റർ. ബട്ട് ഇറ്റ് ഡാഷ് എൻ ഇമ്പോർട്ടന്റ് റോൾ. ബി ഫോം എന്ന് പറയുമ്പം വാസ് വെയർ ഈസ് ആം ആറൊക്കെയാണ് വരുന്നത്. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് വാസ്.
but it was an important role. None of us expected her to do so well, but she dash a great job. She has done a great job. I dash that she even dash an award for her role. I heard that she even in the past won an award for her role. Our club dashed a reception for her when she dashed to our town next month. Our club will host, അതായത് അവള് നെക്സ്റ്റ് മന്ത് അവിടെ വരുമ്പോൾ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന പറയുന്നത്. സോ ഫ്യൂച്ചർ ടെൻസ്, will host a reception for her when she comes to our town next month. Okay, I hope it is clear. Next one, fill in the blanks with suitable prepositions. He warned you dash the danger, but you did not listen dash him. He warned you of the danger, but you did not listen to him. France is famous for its perfumes. You are looking at some of the most expensive brands available in this country. This company deals with electronic goods. Ajay has been working here as a manager for 2 years now. 7th, rewrite the following sentence into active voice. തന്നിരിക്കുന്നതിനെ ആക്റ്റീവ് വോയിസിലോട്ട് ആക്കുക എന്നതാണ് മൊഡ്യൂൾ 2 ഗ്രാമറിലെ യൂണിറ്റ് 15 ക്വസ്റ്റ്യൻ ആണിത്. Cricket is played in most countries today. People play cricket in most countries today. Will you be supported by your friends in this venture? Will your friends support you in this venture? Next ഒരു പാസേജ് ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 43. Read the passage and answer the questions given below. മൊഡ്യൂൾ 1 വൊക്കാബുലറിയിലെ യൂണിറ്റ് 2 പാസേജ് ആണിത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഈ പാസേജ് വായിക്കുന്നില്ല, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓരോ ലൈൻ ബൈ ലൈൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലോട്ട് വരിക. ഈ ഒരു പാസേജിൽ ദ പ്രിഫിക്സ് ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ദ പാസേജ് ഫോർ സ്മോൾ സ്കെയിൽ. സ്മോൾ സ്കെയിൽ എന്ന അർത്ഥം വരുന്ന ഏത് പ്രിഫിക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തത്? മൈക്രോ എന്നതാണ് ആൻസർ. ആൻഡ് ദ വേർഡ് ഡെവസ്റ്റേറ്റഡ് മീൻസ് ഡെസ്ട്രോയ്ഡ് എന്നതാണ്. ദ ഫ്രേസ് ദാറ്റ് മീൻസ് വിതൗട്ട് എനി ചേഞ്ച് ഓർ ഇംപ്രൂവ്മെന്റ്, അതായത് ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെയാണ് എന്ന അർത്ഥം വരുന്നത് സ്റ്റക്ക് ഇൻ എ റട്ട് എന്നതാണ്. The phrase from below in the first sentence is used in the sense of from a disadvantaged country എന്നതാണ് ആൻസർ. The word closest in meaning to exorbitant is highly priced. The word rights is related to interest. Option B, interest. The word that is the antonym of urban is urban എന്ന് പറയുന്ന വേർഡിന്റെ antonym ആണ്, അത് rural എന്നതാണ് ആൻസർ. And the 8th question, exhibition means, exhibition എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേ ഓഫ്. The wrongly spelled word is തന്നിരിക്കുന്നതിൽ നോക്കുക, അതിൽ തെറ്റായി സ്പെൽ ചെയ്ത വേർഡ് അഡ്വാൻറ്റേജസ് എന്നതാണ്. അഡ്വാൻറ്റേജസിന്റെ സ്പെല്ലിംഗ് ADVANTAGEUS എന്നതാണ്. And next question, the correctly spelled word എന്നത് ഓപ്ഷൻ ബി പോവർട്ടി സ്ട്രൈക്കർ എന്നതാണ്. 11th question, I suppose the headmaster himself will dash the matter now. Will look into എന്ന് പറഞ്ഞാൽ ഒരെണ്ണം സൂക്ഷ്മതയോടെ നോക്കുക. ഇനി ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക് അറ്റ് എന്ന് കെയർഫുൾ ആയിട്ട് ഒരു സിറ്റുവേഷനെ നിരീക്ഷിക്കുക. ആൻഡ് ലുക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ടേക്ക് നോട്ടീസ് എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. ആൻഡ് ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യുക, സെർച്ച് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. ഈ പറയുന്നതിനോടൊപ്പം തന്നെ ഫ്രേസൽ വെർബ്സ് പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പം ഈ കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സ്പൈറ്റ് ഓഫ് അവർ ബെസ്റ്റ് എഫേർട്സ് ആൻഡ് സീക്രസി മൈ മദർ ഡാഷ് അവർ പ്ലാൻ എ സർപ്രൈസ് പാർട്ടി. ഗോഡ് വിൻഡ് ഓഫ് അല്ലെങ്കിൽ ഗെറ്റ് വിൻഡ് ഓഫ് എന്നതാണ് ആൻസർ. അതായത് എന്തെങ്കിലും ഒരു സീക്രട്ട് ആയിട്ട് വെച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് അത് അറിഞ്ഞു, അത് മണത്തറിഞ്ഞു എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥം വരുന്നതാണ്. And 30th question, a person who studies human cultures and societies is an anthropologist. 40th question, correct the spelling of the following word and make a sentence of your own. Necessity the spelling NECESSITY എന്നതാണ്. Necessity is the mother of invention. Water is a necessity for all people എന്ന് പറയില്ലേ, അത്. And find the antonym of the words in italics. Escalating prices cause hardship to the poor. So escalating എന്നതിന്റെ antonym എന്താണ്? Option B, falling എന്നതാണ്. And question number 44, answer all the following questions. Fill in the blanks with suitable modal auxiliaries from the list given below. Sarah needs to do some exercises for her shoulder, otherwise she will need a surgery.
You dash have spoken rudely to her, otherwise she dash not have left soon. You must have spoken rudely to her. നീ അവളോട് ദേഷ്യത്തിലായിരിക്കണം സംസാരിച്ചത്. Otherwise she would not have left soon. അല്ലെങ്കിൽ അവൾ എത്രയും പെട്ടെന്ന് പോവില്ലായിരുന്നു. Dash you sing a song for Tara's birthday. You dash sing so well when we were in school. Can you sing a song for Tara's birthday? താരയുടെ ബർത്ത്ഡേക്ക് നീ ഒരു പാട്ട് പാടാവോ? നീ സ്കൂളിലായിരുന്ന സമയത്ത് നന്നായിട്ട് പാടിയതല്ലേ? Used to sing so well. Fourth, I dash not climb up the hill. It dash be slippery after such heavy rain. I dare not to climb up this hill. It might be slippery after such heavy rain. Dash that you be coming tomorrow. We really dash complete that file. Will you be coming tomorrow? We really need to complete that file. Complete the following sentences with suitable verbs and corresponding question tags. Sentence complete ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ ടാഗ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അതും സ്യൂട്ടബിൾ ആയിട്ട് പ്ലേസ് ചെയ്യുക. You are not coming to college tomorrow, are you? Rahman dash the boy who stood first in class, isn't he? Rahman is the boy who stood first in class, isn't he? Jaya goes to the library every Sunday. Goes ആണ്, does plus go ആണ് goes എന്ന് പറയുന്നത്. സോ does സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആണ്. doesn't she? Let us all go for a movie next Sunday, shall we? Dash as tall as Rosie, aren't I? I am as tall as Rosie, aren't I? And final question, insert the adverbs given in brackets in the correct position in the sentence. Correct ആയിട്ട് adverb place ചെയ്യുക എന്നതാണ്. She impressed him by her singing greatly. She impressed him greatly by her singing. There was nothing to do but wait for the next bus to arrive. Bracket else ആണ്. There was nothing else to do but wait for the next bus to arrive. He admires my clothes. Bracket always. He always admires my clothes. This room is big enough for all of us to sleep in. അത് കറക്റ്റ് ആണ്. This room is big enough. Enough ആണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്, കറക്റ്റ്ലി പ്ലേസ്ഡ് ആണ്. The new tax structure is tough on the middle classes. The new tax structure is rather tough on the middle classes. The new tax structure is rather tough on the middle classes. So ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇച്ചിരി സമാധാനത്തോടെ സമയം എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ളത് മനസ്സിലായല്ലോ. എല്ലാ യൂണിറ്റ്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതിൽ നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 1 നിന്ന് ചോദിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 1 വെക്കാബുലറിയിലെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 6, അതുപോലെ മൊഡ്യൂൾ 2 നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ സെഷനും ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ടെൻഷൻ ആവാണ്ട് ഫ്രീ ആയി നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.